സന്ദീപ്, മുൻ കേന്ദ്രമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ വീണ്ടും രാഷ്ട്രീയ വിവാദങ്ങളുടെ കേന്ദ്രബിന്ദുവായി മാറുകയാണ്. രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്ന മണിശങ്കർ അയ്യർ ഇന്ന് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിലും കണ്ണിലെ കരടാണ്. തൻ്റെ 84-ാം വയസ്സിലാണ് മണിശങ്കർ അയ്യർ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കും വെല്ലുവിളി തീർക്കുന്നത്. രാഹുലുമായിട്ടുള്ള മണിശങ്കർ അയ്യരുടെ പ്രശ്നം ഒരു 10 വർഷത്തെ പഴക്കെങ്കിലും നമുക്ക് കാണാൻ കഴിയും. ശരിക്കും പറഞ്ഞാൽ 2014 മോദി സർക്കാരിൻ്റെ അധികാരത്തിൽ വരുന്ന അതിനുശേഷമുള്ള കാലത്തിൽ മുഴുവൻ ഇങ്ങേര് പാർട്ടിയുമായിട്ട് നല്ല നിലയിലല്ല. അതിൻ്റെ കാരണങ്ങൾ തെരഞ്ഞാൽ രാഹുലിൻ്റെ പ്രവർത്തന ശൈലി മുതിർന്ന നേതാക്കളെ മൊത്തത്തിൽ പ്രശ്നത്തിലാക്കിയിട്ടുണ്ട്. അത് ആ സമയം മുതലേ പ്രശ്നത്തിലാണ്. നമുക്ക് ഓർമ്മയുണ്ടാവും, രാഹുൽ ഒരു പ്രൊഫഷണൽസിനൊക്കെ കൂട്ടിയിട്ട്, അതുപോലെ കുറേ MBA ഗ്രാജുവേറ്റ്സിനൊക്കെ കൂട്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതും അത് ഭയങ്കര ചർച്ചയായിരുന്നു ഒരു സമയത്ത്. UPA സർക്കാരിൻ്റെ ലാസ്റ്റ് സമയത്താണ് അതൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് യുവാക്കളെ മാത്രം മതി, യുവാക്കളെ വെച്ചിട്ട് ആൾക്ക് ഫൈറ്റ് ചെയ്യാൻ കഴിയും എന്നൊക്കെ ഉള്ള ഒരു സംഗതി ആണ് അങ്ങേര് കൊണ്ടുവന്നത് തുടക്കകാലത്ത്. അപ്പോൾ രാഹുലിൻ്റെ ബ്രിഗേഡ് പിന്നീട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്ന ഒരു വലിയ പ്രശ്നം എന്താ വെച്ചാൽ, ഈ മുതിർന്ന ആളുകളെ, പ്രത്യേകിച്ച് ഇൻ്റലക്ച്വൽസിനെ പൂർണ്ണമായിട്ട് തടഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, രാഹുൽ കരുതുന്നത് ഈ സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഒക്കെ കാര്യമായിട്ട് വരുന്നൊരു സമയമാണ്. പ്രശാന്ത് കിഷോർ അതുപോലുള്ള ആ ഒരു ആലോചന രീതികൾ BJP വളരെ ശക്തമായിട്ട് സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിച്ച് കൊണ്ടുവന്നത് വഴി അതിനും വല്ലാത്തൊരു സ്പേസ് കിട്ടി തുടങ്ങുന്ന സമയമാണ്. ആ സമയത്ത് രാഹുലും ആ ഒരു സർക്കിളിലേക്കാണ് പോകുന്നത്. പിന്നീട് രാഹുൽ ചെയ്യുന്നത് മണിശങ്കർ അയ്യരെ പോലുള്ള ബുദ്ധിജീവികളെ, വളരെ ഓർഗാനിക്കായിട്ടുള്ള ആളുകളെ, ബുദ്ധിജീവികളെ പൂർണ്ണമായിട്ട് തടയുന്ന ഒരു സമീപനം അങ്ങേരെടുത്തു. അത് ഇവരെ വല്ലാതെ ഒഫൻഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ മാത്രമല്ല, കപിൽ സിബലിന്, അതുപോലെ ഒരുപാട് പേര്. ഇപ്പോൾ ശശി തരൂർ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ശശി തരൂരിനൊക്കെ എത്ര നന്നായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അയാൾക്ക് പല താല്പര്യങ്ങളില്ലാത്ത നേതാക്കന്മാരെ ആരാളുള്ളത്. അപ്പോൾ ആ തരത്തിൽ ആലോചിക്കാത്ത രാഹുലിൻ്റെ സമീപനാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ പ്രകോപിപ്പിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് മണിശങ്കർ അയ്യരുടെ ലൈഫ് ഒന്ന് നോക്കാം. പ്രേക്ഷകർക്ക് കൂടെ അത് നമുക്കൊന്ന് എത്തിക്കാം. 1941 ഏപ്രിൽ 10 ലാഹോറിലാണ് ജനിച്ചത്. അതിനുശേഷം വിഭജനത്തിന് ശേഷം ഡൽഹിയിലേക്ക് കുടിയേറി. പിന്നെ അങ്ങനെ വിദ്യാഭ്യാസം കഴിഞ്ഞു. IFSകാരനായിരുന്നു. 1963 ഫോറിൻ സർവീസിൽ പ്രവേശിക്കുന്നത്. 26 വർഷം നീണ്ട നിയന്ത്രിത ജീവിതത്തിന് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് രാജീവ് ഗാന്ധിയുള്ള സൗഹൃദമാണ് കോൺഗ്രസിലേക്ക് എത്തുന്നത്. അങ്ങനെ 1989 സിവിൽ സർവീസ് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നത്. പിന്നെ തമിഴ്നാട്ടിലെ മയിലാടുതുറയിൽ നിന്ന് 3 തവണ ലോക്സഭയിലെത്തി. പഞ്ചായത്ത് രാജ്, പെട്രോളിയം തുടങ്ങിയ വകുപ്പുകളുടെ കേന്ദ്രമന്ത്രിയായി പ്രവർത്തിച്ചു. ഇതാണ് മണിശങ്കറുടെ ഒരു ലൈഫ് വരുന്നത്. വളരെ അടുത്ത ബന്ധമാണ് ഈ ഗാന്ധി കുടുംബത്തോട് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. രാജീവ് ഗാന്ധിയായിട്ടുള്ള കഴിഞ്ഞ ദിവസം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നെഹ്റുവിനെയാണ്, അതെ ഗാന്ധിയനാണ്, അതോടൊപ്പം രാജീവനെയാണ്, പക്ഷെ രാഹുലിനല്ലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ കഴിഞ്ഞ ദിവസം KC വേണുഗോപാലിനെ റൗഡി എന്നാണ് വിളിക്കുന്നത്. KC വേണുഗോപാൽ എന്ത് റൗഡിത്തരാണ് കാണിച്ചത് നമ്മൾ അത്ഭുതപ്പെടും. അദ്ദേഹം ഒരു റൗഡിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, പക്ഷേ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഡിസിഷൻ മേക്കിംഗ് സ്പേസസിൽ മുഴുവൻ എന്താ പറയുക, ഈ പണ്ട് കോൺഗ്രസ്സിൽ ഭരിച്ചിരുന്നത്, ഈ സ്പേസിനെ ഭരിച്ചിരുന്നത് ഇദ്ദേഹത്തെ പോലുള്ള മണിശങ്കർ അയ്യരെ പോലുള്ള എന്താ പറയുക ഇൻ്റലക്ച്വൽസാണ്. ആ സ്പേസിലേക്ക് കയറി നിൽക്കുന്നത് ഇപ്പോൾ ഇവരൊക്കെയാണ്. ഈ വേണുഗോപാലിനെ പോലുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ സ്ഥാനത്താണ് ഇവരിയ്ക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇങ്ങനെ കാണുന്ന റൗഡിയായിട്ട് ആ സ്പേസിൽ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ റൗഡിയായിട്ട് വാഴിക്കാൻ പോവുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ പറയുന്നത് വളരെ സീരിയസ് ആയൊരു വിഷയമാണ്. കോൺഗ്രസ് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇൻ്റലക്ച്വൽ ഡിസെൻറ്റിന് കോൺഗ്രസ്സിനകത്ത് ഇടം ഇല്ലാതായിരിക്കുന്നു എന്ന പ്രശ്നമാണ് അയാൾ ദീർഘകാലമായിട്ട് പറയുന്ന പ്രശ്നമാണ്. ഇത് കോൺഗ്രസ്സിനകത്ത് മാത്രമല്ല നമുക്ക് കാണാൻ കഴിയുക, BJPക്കകത്തും CPMനകത്തും ഒക്കെ ഈ ഇൻ്റലക്ച്വൽ ഡിസെൻറ്റ് എത്രത്തോളം സ്പേസ് ഉണ്ടെന്ന് നമുക്ക് ആലോചിച്ചാൽ വളരെ വളരെ ചുരുക്കമാണെന്ന് കാണാൻ കഴിയും. കാരണം BJPയിലാണെങ്കിൽ മോദിയുടെ അപ്രമാദിത്വമാണ്. അതിൻ്റെ മേലെ
വരുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ സ്പേസ് ഇല്ല. ഇപ്പോൾ CPM-ൽ വന്ന പിണറായിയുടെ അപ്രമേയത്വമാണ്. അപ്പോൾ പിണറായിയുടെ ഈ ഭരണരീതിയോട് ഡിസെൻ്റ് ഉള്ള ഒരുപാട് ബുദ്ധിജീവികൾ ഉണ്ട്. പലരും രഹസ്യമായിട്ടാണ് അവർ പറയുന്നത് ഈ വികസന രാഷ്ട്രീയം, വികസനം മാത്ര രാഷ്ട്രീയം, അത് മാത്രമാണ് എന്നുള്ള ആ തരത്തിലുള്ള രാഷ്ട്രീയം CPM-ന് ഗുണം ചെയ്യില്ല എന്ന് പറയുന്ന ധാരാളം ബുദ്ധിജീവികളുണ്ട്, പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട്. അവരൊരിക്കലും അത് പൊതുവേദികളിൽ പറയില്ല, കാരണം ഈ ഭയമാണ്. അപ്പോൾ എല്ലാ പാർട്ടികളിലും ഈ ഡിസെൻറ്റിനോട് ഒരു പ്രതിപത്തിയില്ലായ്മ വളർന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ അപകടമായി മാറുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, BJPക്ക് അകത്ത് ഡിസെൻറ്റ് പ്രകടിപ്പിക്കുന്ന ആളുകളില്ല എന്ന് പറഞ്ഞാലും അപ്പുറത്തൊരു RSS എന്ന് പറഞ്ഞാൽ വലിയൊരു വിചാരകേന്ദ്രം അവർക്കുണ്ട്. ബുദ്ധിജീവികളിലൊരു RSS വളരെ ശക്തമായ ബുദ്ധിജീവികളിലൊരു അത്രയും പവർഫുൾ ആയിട്ടുള്ളൊരു സ്ഥാപനം, ഭൗതിക കേന്ദ്രം ഉണ്ട് അവർക്ക്. അതെ, അത് ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്ക് ഉണ്ടോയെന്ന് സംശയിക്കാം. പറ്റിയില്ലെങ്കിൽ അതെ, അവർ ഡിസെന്റ് അതിനകത്ത് പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട്. മോഹൻ ഭഗവത് തന്നെ വളരെ ഓപ്പണായിട്ട് പലപ്പോഴും സംസാരിക്കാറുണ്ട്. CPM-നകത്തും വലിയൊരു പരിധി വരെ ആ സ്ട്രക്ചറിനകത്ത് പല സാധ്യതകളുണ്ട്. അവരുടെ പാർട്ടി സ്ട്രക്ചർ വളരെ സ്ട്രോങ് ആയതുകൊണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പാർട്ടി സ്ട്രക്ചറില്ല, തിരുത്താൻ പറ്റിയ സ്ട്രക്ചറില്ല. അപ്പോൾ അതിനകത്ത് മണിശങ്കർ അയ്യരെ പോലെയുള്ള, ശശി തരൂരിനെ പോലുള്ള, സിബലിനെ പോലെയുള്ള ശക്തമായ ഡിസെൻറ്റ് രേഖപ്പെടുത്താൻ ശേഷിയുള്ള, പുരോഗമനപരമായിട്ട് ഇതിനെ നയിക്കാൻ, പാർട്ടിയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശേഷിയുള്ള നേതാക്കളുടെ പ്രാധാന്യം വളരെ വലുതാണ്. അപ്പോൾ അതിനെ അവഗണിക്കുന്നിടത്തോളം കാലം അവർക്കത് നഷ്ടക്കച്ചവടം എന്നേ പറയാൻ പറ്റൂ. അപ്പോൾ മണിശങ്കർ അയ്യരെ പോലുള്ളവരെ ഏതു വിധേനയും കോംപ്രമൈസ് ചെയ്യിച്ച് കൂടെ നിർത്താൻ ഒരു നല്ല ലീഡർ എന്ന നിലയ്ക്കാണെങ്കിൽ രാഹുലിന് കഴിയേണ്ടതാണ്. രാഹുലിനെതിരെയാണ് പ്രധാനമായിട്ടും അതായത് ഉന്നയിക്കുന്നത്. അതോടൊപ്പം KCക്കെതിരെയുണ്ട്. ഇപ്പം ഒരു ആദ്യകാലങ്ങളിലൊക്കെ മണിശങ്കർ അയ്യർ തരൂരിന് സപ്പോർട്ടായിരുന്നു. പക്ഷെ ഇപ്പം തരൂർ ഒരു അധികാരമോഹിയാണെന്നാണ് ഇതിലാണ് പ്രതികരണം അദ്ദേഹത്തിൻ്റെ. 2020 ഈ ഭൂമി പൂജൻ സമയത്ത് മണിശങ്കർ അയ്യർ ഭയങ്കരമായിട്ടുള്ള ചില ഇത് ഉണ്ടാക്കിയിരുന്നു. അദ്ദേഹം ഭൂമി പൂജനെ സപ്പോർട്ട് ചെയ്തിട്ട് കോൺഗ്രസ് നേതാക്കൾ രാഹുലും പ്രിയങ്ക അടക്കമുള്ളവരൊക്കെ മുമ്പോട്ട് വന്ന സമയത്ത് ഇദ്ദേഹം പറഞ്ഞ ചില സംഗതികളുണ്ട്. അപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആ സമയത്ത് പറഞ്ഞത്, ഭൂമി പൂജൻ സുപ്രീം കോർട്ടിൻ്റെ കൺസെൻറ്റോടുകൂടി നടക്കുന്ന ഒരു സംഗതി ആയതുകൊണ്ട് അതിൻ്റെ മേലെ നിശബ്ദരായിരിക്കും, അത് നിരീക്ഷിക്കുക, അതിൻ്റെ മേലൊന്നും നമ്മൾ സംസാരിക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് അന്നെടുത്തത്. അപ്പോൾ ഇങ്ങേര് പറഞ്ഞത്, ഇതിൻ്റെ ഭൂമി പൂജൻ എന്ന് പറയുന്നത് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയ്ക്ക് പിന്നാലെ വന്നിട്ടുള്ള ഒരു ഇതാണ്. ഈ ബാബറി മസ്ജിദ് തകർത്തതിന് സുപ്രീം കോർട്ട് തന്നെ പറഞ്ഞിട്ട് ബാർബാറിക് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ മറന്നിട്ട് കോൺഗ്രസ് ഈ ഭൂമി പൂജനെ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രശ്നത്തെക്കുറിച്ച് അധികം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളിയുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, പുള്ളി അമ്മയെക്കുറിച്ച് പറയാറുള്ള ഒരു സംഗതിയാണ്, അമ്മ വളരെ റിലീജിയസ് ആയിരുന്നു, ഒപ്പം വളരെ എന്താ പറയുക സെക്യുലറായിരുന്നു. അപ്പോൾ ആ ഒരു സമീപനമായിരിക്കണം കോൺഗ്രസിൻ്റെ സമീപനം എന്നതാണ് പുള്ളിയുടെ ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ എന്നാൽ ഈ സമയത്തൊക്കെ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള പൊസിഷൻ എടുക്കാതെ, അപ്പോൾ അയോധ്യ വിഷയത്തിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു പൊസിഷൻ എടുക്കാതെ തെന്നി പോകുന്നൊരു സമീപനമായിരുന്നു. അത് അല്ല കോൺഗ്രസ് എടുക്കേണ്ടത്. കോൺഗ്രസ് കൃത്യമായിട്ട് അതിൽ നിലപാടെടുത്തിട്ട് പിൻവാങ്ങി നിൽക്കണം എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്. അപ്പോൾ ഈ ആർഗ്യുമെൻറ്റിന് സത്യം പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഇപ്പോൾ യാതൊരു സ്പേസും ഇല്ല എന്നുള്ളതാണ് വസ്തുത. സന്ദീപ്, കോൺഗ്രസ് നേതാക്കൾ പരസ്പരം കടിക്കുന്ന തേളുകളെ പോലെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നമുക്കറിയാം, ഇപ്പൊ KC വേണുഗോപാല് ഉന്നവിട്ടു, അങ്ങനെ ഓരോരോ നേതാക്കൾ കോൺഗ്രസിന്റെ ആ ചുറ്റുമുള്ള വലയത്തെയാണ് പറയുന്നത്. അപ്പം പ്രധാനമായിട്ടും ആ ഒരു വലയത്തിനെതിരെയാണ് ഇയാള് പ്രശ്നം ഉന്നയിക്കുന്നത്. ഇതിൽ ഇപ്പോൾ 2017 ഇങ്ങനെ ഒരു വലിയ വിവാദം ഉണ്ടാക്കിയല്ലോ, പ്രധാനമന്ത്രിയെ നീച്ച എന്ന് വിളിച്ച് വലിയ വിഷയം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് കോൺഗ്രസ് ഉടനെ തന്നെ ഇങ്ങർക്കെതിരെയാണ് സസ്പെൻഡ് ചെയ്തു വളരെ അതായിട്ട്. അതിൽ വന്ന ഒരു വലിയ വീഴ്ച എന്താണെന്ന് വെച്ചാൽ,
കോൺഗ്രസ്സിന് അതിൽ ന്യായീകരിച്ച് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നത് അവരൊട്ടും ഉപയോഗിച്ചില്ല എന്നാണ്. നീച്ച് ആത്മി എന്നുള്ള പുള്ളി ഉദ്ദേശിച്ചത് നിലവാരമില്ലാത്ത മനുഷ്യനാണെന്ന് വ്യാഖ്യാനിച്ച് നിൽക്കാമായിരുന്നു. ആ തരത്തിലുള്ള യാതൊന്നിനും പോവാതെ ഉടനെ തന്നെ നടപടി എടുക്കണമായിരുന്നു. ഇങ്ങേർക്ക് യാതൊരു തരത്തിലുള്ള സ്പേസും ഇങ്ങേരുടെ ഭാഗം കേൾക്കാനുള്ള സ്പേസും ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ മണിശങ്കർ അയ്യർ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ രാജീവ് ഗാന്ധി 2 തവണ തോറ്റു, പരാജയപ്പെട്ടു എന്ന് പറഞ്ഞു. അത് ആ ഒരു ഭാഗം ഇങ്ങനെ പറയുന്ന ആ ഒരു ഭാഗം ക്ലിപ്പ് എടുത്ത് BJP കാര്യമായി പ്രചരിപ്പിച്ചു. അതിലും ഉടനെ ഇങ്ങേർക്കെതിരെ പാർട്ടി നേതാക്കൾ രംഗത്തിറങ്ങാനുണ്ടായത്. യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു വന്നത് രാജീവ് ഗാന്ധിയും തോറ്റിട്ടുണ്ട്, പക്ഷെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വിജയിച്ചു, മികച്ച പ്രധാനമന്ത്രിയായി മാറി. അത് രാഹുൽ തോറ്റതിൻ്റെ ഇതിനായിട്ട് സമീകരിച്ചിട്ട് പറയാനായിരുന്നു. രാഹുൽ തോറ്റിട്ടുണ്ട്, ഇപ്പോൾ തോൽക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം ഭാവിയിൽ അതെ സാധ്യത ഉണ്ട്, ആ തരത്തിലുള്ള ഇത് പറയാം. പക്ഷെ അതിനെക്കുറിച്ച് യാതൊരു തരത്തിലും BJP സംസാരിക്കാതിരിക്കുന്നതിൽ നമുക്ക് അത്ഭുതമില്ല. BJP അതാണ് ചെയ്യേണ്ടത്. പക്ഷെ കോൺഗ്രസ് അത് തന്നെ ചെയ്യുക. അതായത് BJP സെറ്റ് ചെയ്യുന്ന അജണ്ടകളുടെ മേലാണ് എപ്പോഴും മണിശങ്കർ അയ്യർക്കെതിരെയുള്ള കോൺഗ്രസിൻ്റെ എല്ലാ നീക്കങ്ങളും നടന്നിട്ടുള്ളത്. ഈ നീജാത്മി വിഷയത്തിലും ഈ വിഷയത്തിലൊക്കെ. അപ്പോൾ കോൺഗ്രസ്സിന് ഇങ്ങനെ ഇഷ്ടമല്ല, കാരണം ലീഡർഷിപ്പിന് ഇഷ്ടമല്ല. ഇത് കോൺഗ്രസ്സിനെ സംബന്ധിച്ച് നല്ലതാണോ എന്നത് കോൺഗ്രസ് ആലോചിക്കേണ്ടതാണ്. അപ്പം മണിശങ്കർ അയ്യർ കേരളത്തിലെത്തി, ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കോൺഗ്രസ് ഭരണത്തിലേറുന്നുള്ള പ്രതീക്ഷ നിൽക്കുകയാണ്, UDF അടക്കം. അപ്പം അതിനിടയ്ക്കാണ് പറയുന്നത് പിണറായി സർക്കാർ വീണ്ടും ഭരണത്തിലേറുമെന്ന് പറയുന്നത്. പിണറായി സർക്കാരിനെ പുകഴ്ത്തുകയാണ്. അതൊരു കോൺഗ്രസിനെ വീണ്ടും തിരിച്ചടിയായിരിക്കണം. പ്രത്യേകിച്ച് KC വേണുഗോപാല് രാജ്യതലസ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് വന്ന് ആലപ്പുഴയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സമയത്ത് നല്ലൊരു അടിയാണ് കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പിണറായിയെ മാത്രമല്ല ഇദ്ദേഹം പുകഴ്ത്തിയിരിക്കുന്നത്, മുമ്പ് സ്റ്റാലിനെ പുകഴ്ത്തിയിട്ടുണ്ട്. പുള്ളി ഇത്തവണ പറഞ്ഞത് പിണറായിക്ക് ഞാൻ 2ാം സ്ഥാനം കൊടുക്കുന്നു, അതിന് കാരണം ഞാൻ മുമ്പ് സ്റ്റാലിന് 1ാം സ്ഥാനം കൊടുത്തുപോയി, അതുകൊണ്ട് പിണറായിയെ 2ാം സ്ഥാനത്ത് അതിൻ്റെ മികവിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനത്ത് നിർത്തുന്നതാണ്. അപ്പോൾ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് തരക്കേടില്ലാത്തൊരു പ്രഹരം തന്നെയാണ്. കോൺഗ്രസ്സിന് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദക്ഷിണേന്ത്യയിലാണ് കോൺഗ്രസ് ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചത് വലിയൊരു പ്രഹരം തന്നെയായിട്ടാണ്. രാജീവ് ഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു പറയുന്നത്. ഭാവിയില് വീണ്ടും നിയമസഭയോട് അടുക്കാൻ പോകുന്ന സമയത്ത് വീണ്ടും മണിശങ്കർ അയ്യർ പരാമർശങ്ങൾ നടത്തുമോന്നറിയില്ല, അത് കണ്ടറിയാം. കോൺഗ്രസ് നേതാക്കൾ എത്ര രീതിയിലാണ് ഇതിനെ പ്രതിരോധിക്കുന്നതെന്നും നമുക്ക് കണ്ടറിയാം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.